ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒരു റീസൈക്ലിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഈ നൈറ്റി വെച്ചിട്ടാണ് ഒരു ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഒരു വീട്ടിലിടാൻ പറ്റുന്ന ഒരു നൈറ്റി പോലത്തെ ഒരു 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി. അതിന് ഞാനിങ്ങനെ തിരിച്ച് നമുക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ലെങ്തായിട്ട് ഇവിടെ എടുക്കുന്നത് 37 ഇഞ്ചസാണ്. അതിൽ ഞാനൊരു 11 ഇഞ്ചസ് മാറ്റിയിട്ടാണ് നമ്മുടെ ടോപ്പിൻ്റെത് വരുന്നത്. ഷോൾഡർ ഞാൻ 6 ആണ് എടുത്തേക്കുന്നത്. അതുപോലെ താഴേക്ക് കൈക്കുഴിയും 6 എടുത്തിട്ടുണ്ട്. നമ്മുടെ ബസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ 8.5 ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ 4 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു വര വരച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. താഴെയും ഞാൻ 8.5 നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അതേ ഇത് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ 4 ഇഞ്ചെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ മീൻസ് ഷോൾഡറിൻ്റെ ആ ഭാഗം കുറച്ച് എടുക്കുന്നില്ല. അവിടെ നമ്മൾ വേറെ രീതിയിൽ കൈ പിടിപ്പിക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ യോക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്ത് എടുക്കുന്നത് ആദ്യം ഞാൻ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. താഴോട്ടേക്ക് ഞാൻ ഈ 11 ഇഞ്ച് കുറച്ചിട്ടുള്ള ബാക്കി ഭാഗം ഞാൻ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ടോപ്പിന് നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ഈ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്. 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഒരു പീസ്, നമ്മുടെ ബാക്ക് പോർഷനിലേക്കും ഒരു പീസ്, അങ്ങനെ 2 പീസും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന യോക്ക് പോർഷനിൽ മാത്രം സെൻറ്റർ നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു എലാസ്റ്റിക് ഇതുപോലത്തെ എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാൻ ചെയ്തത്. ആദ്യം ഞാൻ ഒരെണ്ണം വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ 2 കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് 2 സൈഡിലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ 3 എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാറുണ്ടോ? എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ആ മെഷീനിൽ എല്ലാം അറിയാവുന്ന യൂട്യൂബിലെല്ലാം നോക്കി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ഒന്നും ഇങ്ങനെ വരില്ല കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം ഇങ്ങനെ വരും. നമ്മൾ എന്നിട്ട് എല്ലാം അഴിച്ചു പെറുക്കി ശരിയാക്കി നോക്കി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. എന്നിട്ട് ഇത് തന്നെ അങ്ങ് ശരിയാവുകയും ചെയ്യും. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ദയവ് ഇത് പറഞ്ഞു തരണേ. ഇനി നമുക്ക് മേളത്തെ പോർഷന് വേണ്ടിയിട്ട് മേളിൽ നമ്മൾ മടക്കി തച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതുപോലൊരു പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മറിച്ച് അടിച്ചെടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഞാൻ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഫ്രണ്ട് പോർഷൻ ഒരു ആലിയ കട്ടിൻ്റെ പോലെ ഒരു ചെറിയൊരു വി പോലെ നമുക്ക് ഫ്രണ്ടിൽ കിട്ടാം. അത് കുഴപ്പമൊന്നുമില്ല. അത് ആ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കേർട്ട് നമുക്ക് ഈ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ള കാര്യം. നമ്മൾ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കുറച്ച് കുഞ്ഞു ഗ്യാദേഴ്സും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ സ്കേർട്ട് പോർഷനിൽ കേട്ടോ. കുഞ്ഞു ഗ്യാദേഴ്സും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ഞൊറിവൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷനിൽ കുറച്ച് ഗ്യാദേഴ്സും സംഭവങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് യോക്ക് പോർഷനുമായിട്ട് നമുക്കതിനെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. നിങ്ങളെ ഓരോ സപ്പോർട്ടും എനിക്ക് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് മുന്നോട്ടുള്ള ഇതിൽ നല്ലതായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, അത്ര പെട്ടെന്ന് എളുപ്പമൊന്നും നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ സാധിക്കില്ല. അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ എനിക്കത് വളരെ ഉപകാരമായിരിക്കും. അപ്പം ഞാൻ ദാ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിലേക്കുള്ള സ്ലീവ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് എങ്ങനെയാണ് സ്ലീവ് ഞാൻ പിടിപ്പിച്ചതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ കൈ നേരത്തെ ആ ഇതിലുണ്ടായിരുന്ന കൈ തന്നെയാണ്. അത് കണ്ടത് നമ്മുടെ ആ ജോയിൻ ചെയ്ത പോർഷൻസ് തമ്മിൽ രണ്ട് സൈഡും ഞാൻ ആദ്യം ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. നമുക്കിതിലെന്ന് പറയുമ്പോൾ ഞാൻ സ്ലീവ് എലാസ്റ്റിക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ ആകെ കിട്ടുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ വരുന്ന ആ ഒരു പോർഷനാണ്. അത് മാത്രം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ തൽക്കാലം ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ ആ പോർഷൻ നമുക്ക് ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് മടക്കി തച്ചതിന് ശേഷം ഒരു എലാസ്റ്റിക്കും കൂടി നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഞാനിത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു ഡ്രസ്സാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ 18 മിനിറ്റ് കൊണ്ടാണ് ഒരു ഡ്രസ്സ് ചെയ്തെടുത്തതെങ്കിൽ ഇത് എനിക്ക് 10 മിനിറ്റ് മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ആവശ്യം വന്നത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഡ്രസ്സ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇനി ആകെ ഉള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ടും ബാക്കും പോർഷനും അതുപോലെ നമ്മുടെ സ്കേർട്ട് പോർഷനും എല്ലാം കൂടി ഒരു സൈഡ് മാത്രമേ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തുള്ള സൈഡും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഏകദേശം ഫിനിഷിങ് സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ആ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്കേർട്ട് പോർഷനുമായിട്ടുള്ള ആ ഒരു ജോയിനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഞൊറിവൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വരും. സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയും ഡ്രസ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും ബൈ.